നമ്മുടെ നിത്യ വ്യവഹാര ഭാഷയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ടോക്സിക്. എപ്പോഴും ടോക്സിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് വിഷലിപ്തമായത് എന്നൊക്കെ വേണം നമുക്ക് പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ടോക്സിക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് റിലേഷൻ ബേസ്ഡ് ആയിട്ടാണ്. റിലേഷൻ ബേസ്ഡ് ട്രോമാസ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അതിനുള്ളൊരു കാരണം, മനുഷ്യർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ പറ്റില്ല. സമൂഹ ജീവിയാണ്. പരസ്പരം പലതരം ബന്ധങ്ങളുണ്ട്. അകന്ന ബന്ധങ്ങളുണ്ട്, ഉറ്റ ബന്ധങ്ങളുണ്ട്, കൂടുതൽ അടുത്ത ബന്ധങ്ങൾ, ഒന്നായിത്തീരുന്ന ബന്ധങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം തന്നെ ഒരു നിശ്ചിത കാലയളവ് വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയും പിന്നീട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പരസ്പരം വെറുക്കുകയും സുഹൃത്തുക്കൾ ശത്രുക്കളാവുകയും ഉറ്റവർ അകന്നവരായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ഒരു ചോദ്യം ഇത് കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ പറയാറുണ്ട്. വീടുകൾക്കുള്ളിലെ ടോക്സിസിറ്റി, അച്ഛനും അമ്മയും ടോക്സിക് ആവുന്നുണ്ട്, അല്ലെ പാർട്ട്നേഴ്സിനിടയിൽ ടോക്സിക് ആവുന്നുണ്ട്. പൂർവ്വ ബന്ധങ്ങൾ ടോക്സിക് ആവുന്നു, വിവാഹാനന്തര ബന്ധങ്ങൾ ടോക്സിക് ആവുന്നു, വൈവാഹിക ബന്ധങ്ങൾ ടോക്സിക് ആവുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം നമ്മൾ ഈ ടോക്സിക് എന്ന വാക്ക് ഉയർന്നു കേൾക്കുമ്പോൾ ഇത് വല്ലാത്തൊരു തരം മനുഷ്യനെ മൃതനാക്കി കളയുന്നൊരവസ്ഥ ഈ ടോക്സിക് ആയുള്ള റിലേഷൻസ് കൊണ്ട് ഉണ്ട് എന്ന് ലോകം മുഴുവനുള്ള മനഃശാസ്ത്രജ്ഞരും എഴുത്തുകാരും എല്ലാവരും നമ്മൾ പറയുന്നതാണ്. പലർക്കും അതിൻ്റെ അനുഭവങ്ങളുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൽ പ്രായഭേദമില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇങ്ങനെയൊരു കാര്യമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രസക്തമായ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഈ ചർച്ച തുടങ്ങുന്നതിന് വേണ്ടി ഈ ചർച്ചയിലേക്ക് പാനൽ സെലക്ട് ചെയ്ത് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ്. ആദ്യം നമ്മൾ രാജശ്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർ രാജശ്രീ അത്ഭുതകരമായ രീതിയിൽ സ്വീകാര്യത കിട്ടിയ 2 നോവലുകളിലൂടെ മലയാളികളെ ഏറെ സ്വാധീനിച്ച, മലയാളിയുടെ സ്നേഹം പിടിച്ചു പറ്റിയ ആർ രാജശ്രീ നോവലിസ്റ്റാണ്. മാത്രമല്ല അവർ അധ്യാപികയാണ്. ഇതിനെല്ലാം പുറമെ രാജശ്രീ ടീച്ചർ ഗൃഹലക്ഷ്മി മാഗസിനിൽ എഴുതുന്നൊരു കോളമുണ്ട്, ഇന്ത്യൻ മണവാട്ടിമാർക്ക് ഒരു കൈപ്പുസ്തകം എന്ന് വെച്ചാൽ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന, അവർക്ക് ചില ഉപദേശങ്ങൾ എന്ന് പറയേണ്ട, അനുഭവത്തിൽ നിന്നുള്ള ഒരു അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു രീതിയിലാണ്. വൈകാതെ മാതൃഭൂമി ബുക്സ് അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രചയിതാവ് എന്ന രീതിയിൽ കൂടി ഈ വിഷയം സംസാരിക്കുന്നതിന് ഏറ്റവും ഉചിതയാണ് രാജശ്രീ. അതോടൊപ്പം തന്നെ ദീർഘകാലത്തെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ദീർഘകാലത്തെ പരിചയമുള്ള ഡോക്ടർ ശൈലേഷ്യയും ഗ്രന്ഥകർത്താവാണ്. ഒട്ടേറെ കോളങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മൂന്നാമത്തെ ആൾ റാബിയാണ്. റാബിയ അധ്യാപികയാണ്, സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ റാബിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ റാബിയയ്ക്ക് ഇത്തരം ചില സ്വാനുഭവങ്ങളെക്കുറിച്ച് റാബിയയും പറയുണ്ടായി. ഞാൻ അധികം സംസാരിച്ച് ഇതിൽ സമയം മെനക്കെടുന്നില്ല. നമ്മളുടെ പാനലിസ്റ്റുകൾ, വിദഗ്ധരായ പാനലിസ്റ്റുകൾ തന്നെ ഉണ്ട്. അവരോടാണ് ചോദ്യം ആരംഭിക്കുന്നത്. ആദ്യം ഞാൻ രാജശ്രീയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മണവാട്ടിമാർക്കൊരു ആമുഖം എന്ന പുസ്തകം, അതിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രോമകളെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു സ്വാനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കുമെന്നും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന പോലെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചോദ്യം. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് എന്ന് രാജശ്രീക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള എൻ്റെ അർഹതയെക്കുറിച്ച് കുറച്ച് മുമ്പേ അവതാരകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യൻ മണവാട്ടിമാർക്ക് ഒരു കൈപ്പുസ്തകം എന്ന പങ്ക്തി ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് കൈമുതലായിട്ടുള്ളത് റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേ അവ്യക്തതകളായിരുന്നു. പക്ഷേ ഈ പങ്ക്തി പുരോഗമിക്കുന്നതിന് കണക്കായിട്ട് ഏകദേശം 48 ലക്കങ്ങളായിട്ട് അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചതിലും കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട്. അതായത് നമ്മളൊരു ബന്ധത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കുടുംബം എന്ന ഘടനയെ മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ അതിനകത്തുള്ള ചില ട്രോമ ബോണ്ടിങ്ങുകളെ വിശദീകരിക്കുന്നതിൽ കുറച്ചുകൂടി വൈദഗ്ധ്യവും കുറച്ചുകൂടി ഉൾക്കാഴ്ചയും ആവശ്യമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നത്. ഒരർത്ഥത്തിലും ആ പങ്ക്തി ഒരു ഉപദേശമായിട്ട് കലാശിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതേ അല്ല. അത് ഒരു രീതിയുമല്ല, ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഒരു സമീപനമാണ് നമ്മളൊരാളിനെ ഉപദേശിക്കുക എന്നുള്ളത്. പക്ഷേ അതിനകത്ത് നമ്മൾ ചില അനുഭവങ്ങൾ പറയുമ്പോൾ അതിനൊരു സത്യസന്ധത ഉണ്ടാകും.
പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇത് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലത്തെ ഒരു പരിപാടിയാണ്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഭവം കരിഞ്ഞാൽ അതിൻ്റെ മണം നമ്മൾ അറിയുന്നതിന് മുമ്പേ അത് പൂമുഖത്ത് എത്തും, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയും. അവർ പറയുമ്പോഴാണ് എന്തോ കരിയുന്നുണ്ടല്ലോ എന്ന് അവർ പറയുമ്പോഴാണ് ആ പരിപ്പ് കരിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് വരെ അത് അവിടെ തന്നെ ഉണ്ടാവും, എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ദാമ്പത്യം പോലുള്ള ഒരു ബന്ധത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ബന്ധം എപ്പോഴാണ് ടോക്സിക് ആകുന്നത് എന്നുള്ളത്, ആ ഒരു ടേണിംഗ് പോയിന്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പറയാതിരിക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു വലിയ സ്വഭാവമാണ്. കാരണം കുടുംബത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് മറ്റൊരാൾ അറിയുന്നത് വലിയ അപമാനമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്ത് വില കൊടുത്തും വിവാഹബന്ധം നിലനിർത്തുക, എന്ത് വില കൊടുത്തും ദാമ്പത്യം നിലനിർത്തുക എന്നുള്ളത് ഒരു അത്യാവശ്യമാകുന്നത് സമൂഹം അതിന് മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്നത് കൊണ്ടാണ്. ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് കരുതും എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പം അതിൻ്റെ പേര് ഒരു പക്ഷേ വളരെ സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നയിക്കുന്നു എന്ന് പുറത്ത് അഭിനയിച്ചുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കകത്ത് നീറി നിൽക്കുന്ന സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളിലും പെടാത്തവരുടെ സങ്കടങ്ങൾ വേറെയാണ്. അത് നമ്മൾ മറ്റൊരു തരത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, എങ്കിലും അതും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊരു വിശുദ്ധ ഘടനയല്ല കുടുംബങ്ങൾക്ക് ഉള്ളത്. ആദ്യത്തെ കാര്യം അത് തന്നെയാണ്, പുറത്ത് പറയാനുള്ള വിഷമം എന്നുള്ളത്. ആൾക്കാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും? അപ്പോൾ ആ ഒരു വിഷമം ഇല്ലാത്ത തരത്തിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് സംസാരിച്ച് തുടങ്ങിയാൽ ഒരു പക്ഷേ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോഴും പെൺകുട്ടികൾ ഈ 2025 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത സമയത്ത് കണ്ടു കഴിഞ്ഞു. അതല്ലാതെയും നമ്മൾ അറിയാത്ത വാർത്താ പ്രാധാന്യമല്ലാതെയും ചില മരണങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം. അവർക്കൊക്കെയും ഈ ബന്ധം ശരിയാക്കിയെടുക്കാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പലരുടെയും അനുഭവങ്ങൾ, അവരുടെ കുറിപ്പുകൾ, അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. ഈ ശരിയാക്കിയെടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് എത്ര കാലം വേണ്ടിവരും, എന്തായിരിക്കും അതിൻ്റെ പരിസമാപ്തി എന്നുള്ളത് അതിനകത്ത് ഉൾപ്പെട്ട ആൾക്കാർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഈ ശരിയാക്കിയെടുക്കലുകൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സമൂഹം ആ കുടുംബഘടനയ്ക്കകത്ത് നിൽക്കുന്നവരോട് ചെയ്യുന്ന കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യപ്പെടലാണ്. അത് എവിടെ വേണം, ഏത് അളവ് വരെ വേണം എന്നുള്ളതിന് എക്കാലവും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ആ ജീവിയുടെ ഒരു വെൽബീങ്നെസ് എന്ന് പറയുന്നത്, സുഖാവസ്ഥ എന്ന് പറയുന്നത്, സ്വാസ്ഥ്യം എന്ന് പറയുന്നത്, അന്തസ്സ് എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നുള്ളതാണത്. നമ്മൾ നിലവിലുള്ള അവസ്ഥയേക്കാൾ കൂടുതൽ നമ്മളൊരു റിലേഷൻഷിപ്പിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് നമ്മളെ നവീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ നന്നാക്കി നിലനിർത്തുന്നുണ്ടെങ്കിൽ, നമുക്കതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോകാവുന്നതേ ഉള്ളൂ. അതിനകത്ത് സംഭവിക്കുന്ന ചെറിയ വ്യക്തിപരമായിട്ടുള്ള സംഘർഷങ്ങൾ ശരിക്കും ടോക്സിസിറ്റി ആവണം എന്നുമില്ല. അതാണ് ഇതിനകത്തുള്ള വേറൊരു കാര്യം. ഇപ്പോൾ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ടോക്സിസിറ്റി എന്ന് പറയുന്ന കോളത്തിനകത്തേക്ക് ഇടാനുള്ളൊരു പ്രവണതയും കൂടി കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശരിക്കും ടോക്സിസിറ്റി എന്താണ് എന്നുള്ളത്, ഏത് ഘട്ടം വരെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതും ഒക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മലയാളിയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കെ തന്നെ പൊരുത്തപ്പെട്ടു പോകുക എന്ന് പറയുന്നത് പരസ്പരം അന്തസ്സിനെ ഹനിക്കാതെ പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഒരർത്ഥത്തിലും ശരിയാക്കിയെടുക്കാനാവാത്ത ഒരു ബന്ധത്തെ ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കരണീയം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ട്രോമ ബോണ്ടിൽ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യജീവിക്ക് ഉണ്ടാകാവുന്ന പരിക്കുകൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഈ ബന്ധത്തിനകത്ത് നിൽക്കുന്നു, ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേദന ഉണ്ടാകും. ആ വേദന ചികിത്സിക്കുന്നതാണ് ഒരർത്ഥത്തിൽ സ്വയം ചികിത്സിക്കുകയും സ്വയം ടോക്സിക് ആയിട്ട് മറ്റൊരാളോട് പെരുമാറാതിരിക്കുകയും ചെയ്യാം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നത് അത്ര ആയാസകരമായ പണി അല്ല.
നമ്മൾ എത്രത്തോളം അവരവരോട് നീതി പുലർത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഈ ബന്ധം ഉപേക്ഷിച്ചാൽ എനിക്ക് വേദനയുണ്ടാകും എന്നുള്ളതാണ് അതിനകത്തെ പലപ്പോഴും ശരിയായൊരു പ്രശ്നം. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ടോക്സിസിറ്റിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പം വളരെ നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബന്ധത്തിനകത്ത് തുടരുന്നത് വളരെ അനാരോഗ്യകരമായ ഒരു ഏർപ്പാടാണ്. അത്തരത്തിൽ ശരിയാക്കിക്കൊണ്ട് വരാവുന്ന ഒന്നല്ല മനുഷ്യരുടെ ബന്ധങ്ങൾ എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ശൈലേഷയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം വിവാഹബന്ധങ്ങൾ മാത്രമല്ല, അതിന് പുറത്തുണ്ടാകുന്ന ബന്ധങ്ങൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു, ഒരു ആണോ പെണ്ണോ ആവട്ടെ. അപ്പം ഈ ബന്ധങ്ങൾ അത് ടോക്സിക് ആവുന്ന ഒരവസ്ഥയാണോ അല്ലയോ എന്നൊരു സംശയം ആളുകളുടെ മനസ്സിൽ വല്ലാതെ ഉണ്ട്. ഈ ബന്ധം ഞാൻ തുടരണോ ഉപേക്ഷിക്കണോ? ഇതെനിക്ക് കൂടുതൽ ചില ബന്ധങ്ങൾ കൊണ്ട് എന്തായാലും റിലേഷൻസ് കൊണ്ട് മനുഷ്യർക്ക് കുറേ ഗുണങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ചില നേട്ടങ്ങളുണ്ടാവും, മുന്നോട്ട് പോകാനുള്ള ചില എന്താ പറയുക പ്രേരണയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ബന്ധം കളയേണ്ട ഒരവസ്ഥ അത് ടോക്സിക്കായി മാറുമ്പം അതെങ്ങനെയാണ് മനസ്സിലാക്കുക? പലപ്പോഴും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക ചെയ്യുക. നമ്മുടെ ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പ്രണയം ആരും ആവട്ടെ, അവർ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായാലും അത് ക്ഷമിച്ചിട്ട് അവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷവും ആനന്ദവും പിന്നെ ഒരു ശക്തിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ. അപ്പം പക്ഷേ അതേ സമയത്ത് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളൊരു സംശയം മനസ്സിലോട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പം ഇത് പ്രാക്ടിക്കലായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് ടോക്സിക് ആവുകയാണ് അല്ലെങ്കിൽ ടോക്സിറ്റിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത്. ടോക്സിക് എന്നുള്ള വാക്ക് ശരിക്ക് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നതാണ്. പേരൻറ്റിങ്ങിൽ നിന്ന്, അത് രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് ടോക്സിക് റിലേഷൻഷിപ്പ് തുടരുന്നവരായിട്ട് മാറുന്നത്. അപ്പോൾ അത് പല ലെവൽസിൽ, ഈവൻ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മളുടെ ജോലി സ്ഥലത്ത്, വർക്ക് പ്ലേസിലുള്ള ബന്ധങ്ങളിൽ എല്ലായിടത്തും നമുക്ക് ഈ പറഞ്ഞ ടോക്സിസിറ്റി അഥവാ വിഷലിപ്തമായ ബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങേയറ്റത്തെ ഒരു സ്വാർത്ഥത, സെൽഫിഷ്നെസ് പ്ലസ് ഒരു എന്താ പറയുക സ്നേഹമില്ലാത്ത അവസ്ഥ, സ്നേഹരാഹിത്യം, ഇത് രണ്ടുമാണ് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമുക്ക് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ആശയവിനിമയത്തിനുള്ള അവസരം ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആദ്യം സംഭവിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, എൻ്റെ കൈ ഇവിടെ തട്ടി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ തട്ടി അത്ര വേദനിക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് എൻ്റെ കൈ അവിടെ തട്ടിയപ്പോൾ അത്ര വേദനിച്ചിട്ടില്ല. വിച്ച് മീൻസ് നമുക്കുണ്ടായൊരു അനുഭവം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥ, അതിന് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ആ സ്പേസിൽ അവരോട് സംവദിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഇത്തരം ബന്ധങ്ങളിലുണ്ടാവും. പിന്നെ ഇതിനുപരിയായിട്ട് നിങ്ങളെ അങ്ങേയറ്റം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു അവസ്ഥ കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യജീവിയെ വേറൊരു മനുഷ്യജീവി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം മുതൽ മറ്റേയാൾ ഇയാളെ വെറുക്കാൻ തുടങ്ങുമെന്നുള്ളത് നമ്മൾ മറക്കരുത്. കാര്യം നിയന്ത്രിച്ചുകൊണ്ട്, പൊസസീവായിരുന്നുകൊണ്ട് നമുക്ക് ആരുടെയും അങ്ങേയറ്റത്തെ ഒരു സ്നേഹത്തിൻ്റെ ഉറവ മറ്റേയാളിൽ നിന്ന് നമുക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൺട്രോളിങ് ബിഹേവിയറും ഇതിൻ്റെ മറ്റൊരു ആംഗിളായിട്ട് മനസ്സിലാക്കണം. പിന്നൊന്ന്, നമുക്കൊന്നും പറയാനുള്ളൊരു ഇടമില്ലാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങ് സപ്രസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. പക്ഷെ സപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പലതും പറയുന്നു, ഇവരൊന്നും സമ്മതിക്കുന്നില്ല. പതുക്കെ പതുക്കെ നമ്മുടെ ഓർമ്മകളെ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇത് ശരിക്കും നടന്നതാണോ, അതോ എനിക്ക് തോന്നിയതാണോ, എൻ്റെ കുഴപ്പമാണോ? ആ ധാരണയിൽ നിന്നാണ് ഞാൻ മാറി നോക്കാം, ഞാൻ ഈ ബന്ധം ശരിയാക്കാൻ ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു 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 ചാക്രികമായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് ഒരു വിക്റ്റിം, ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു വിക്റ്റിം കുടുങ്ങുന്നത്.
അങ്ങനെയാണ് അവർ എണ്ണമില്ലാത്തത്ര ട്രയൽസ് എടുക്കുന്നത്. അപ്പോഴും അവർ വേറൊരാളോട് പറയാൻ മടിക്കും. അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേയാളെ പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഒരുപക്ഷെ സമൂഹത്തിൽ വളരെ നല്ലതായിരിക്കും. പുറത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായ, സർവരാലും റെസ്പെക്റ്റ് ചെയ്യുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരാളായിരിക്കും ഒരുപക്ഷെ ഈ ടോക്സിക് ബിഹേവിയറിൽ ഏർപ്പെടുക. അതുകൊണ്ട് മൂന്നാമതൊരാളെ ഇതിനെപ്പറ്റി പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഒരു വിക്ടിമിനെ സംബന്ധിച്ച് ഒട്ടും തന്നെ എളുപ്പമല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണ്, അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്, ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഊർജം നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ തനത് വ്യക്തിത്വം നിങ്ങൾക്ക് അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. റാബിയ സംസാരത്തിനിടയിൽ ഇങ്ങനെ ചില അനുഭവങ്ങളെ കുറിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാവും, റാബിയയ്ക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അനുഭവം ഉണ്ടാവും. ചിലർ പറയും, ചിലർ അതിനെക്കുറിച്ച് മൗനം പാലിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് പുറത്തു വന്ന അനുഭവമുണ്ട് എന്ന് റാബിയ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് വ്യക്തിപരമായിട്ട് അത് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതിയെ അല്ല ഉദ്ദേശിക്കുന്നത്. റാബിയ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ റിലേഷനിലെ ടോക്സിക്കായ ഒരു അവസ്ഥയെ അതെങ്ങനെയാണ് നേരിട്ടത്, അത് അനുഭവ തലത്തിൽ അനുഭവിക്കുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എന്നുള്ള ഒരു സെൽഫ് അവെയർനെസ്സാണ് നമ്മളെ പകുതി രക്ഷപ്പെടുത്തുന്നത്. എൻ്റെ തുടക്കത്തിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു തുടക്കത്തിൻ്റെ സമയത്തൊക്കെ വാട്ട് എവർ ഹാപ്പനിങ് ഈസ് നോർമലാണ്, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ലൈഫ് എന്നുള്ളത് നമ്മളെ അഡാപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പേരൻസിനടുത്ത് പോയി നമ്മളെ പ്രോബ്ലംസ് പറയുമ്പോൾ ദിസ് ഈസ് ലൈഫ്, ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത് നമ്മളിൽ അടിച്ചമർത്തപ്പെടുക. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുണ്ടായിരുന്നത്. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ടു തിങ്ക് ഡിഫറെൻറ്റ്, അവിടെ നമ്മൾ വളരെ മോശക്കാരിയായി നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നു. പിന്നീട് നമ്മൾക്ക് തന്നെ റിയലൈസ് ചെയ്യാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ശരിയെന്നും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ജനറേഷണൽ ആയിട്ടുള്ള ട്രോമാസ് ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ പവർ. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചുറ്റും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകണോ എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക. അപ്പം ഇഫ് യു വാണ്ട് ടു വർക്ക് ദാറ്റ് റിലേഷൻഷിപ്പ്, നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് എടുക്കും, ഞാനും ചെയ്തിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി വെൻ നമുക്ക് വ്യക്തികളെ മാറ്റാൻ പറ്റുമെന്നുള്ള ചിന്ത നമ്മളിൽ ഇറ്റ്സ് റോങ് ബിലീഫാണ്. ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. ഒരു വ്യക്തിയെ എന്നല്ല, ഒരു സമൂഹത്തെ ആയിരിക്കാം ചിലപ്പം, അതല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന വീടുകളായിരിക്കാം. ഒരു നല്ലൊരു വീട്ടിൽ വളരാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം വാട്ട് ഐ ഡിഡ് ഈസ് ലൈക്ക് അങ്ങനെയുള്ള ഒരു ടോക്സിക് കൾച്ചറിൽ നിന്നും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും മാറുക എന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്ത ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് പറഞ്ഞത് മൂവ് ടു അനദർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിലോട്ട് പെട്ടെന്ന് മൂവ് ചെയ്തു. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഐ ഡിഡ് ഇൻ മൈ ലൈഫ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് ഒരു തരത്തിലും മാറ്റാൻ പറ്റുന്നില്ല, ഇവർ ചിന്തിക്കുന്ന രീതികൾ ശരിയല്ല എന്നുള്ളത് ഇവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവരെല്ലാവരും ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടുന്ന് മാറുന്നതല്ലേ എന്ന് വിചാരിച്ച് ഐ ഡിഡ് വാട്ട് ഐ ക്യാൻ. മറ്റൊരു സിറ്റിയിലോട്ട് മാറി. ആൻഡ് പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ലൈഫിൽ നമ്മൾ എപ്പോഴും ഈ ടോക്സിക് ആൾക്കാർ മാത്രമല്ല, നല്ല ആൾക്കാരും ഒരുപാട് നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മൾ റിയലൈസ് ചെയ്യില്ല. വി ആർ അഡിക്റ്റഡ് ടു ദീസ് ടോക്സിക് പീപ്പിൾ. വൺസ് നമ്മൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റഡ് ആണ് നമ്മുടെ മൈൻഡ് ഇതിനോട്. അപ്പോൾ നമുക്ക് എത്രയായാലും ഇങ്ങനെയൊക്കെ ആണല്ലോ ലൈഫ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതങ്ങോട്ട് സഹിച്ച് മുന്നോട്ട് പോകും. ബട്ട് മറ്റൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടുന്ന് നല്ല ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ദർ ആർ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അവർ നമ്മൾ റൈറ്റ് ടൈമിൽ അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. അതാണ് പിന്നീട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫിലോട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. രാജശ്രീയുടെ ഏറ്റവും പുതിയ നോവൽ, ഞാൻ രചനകളെക്കുറിച്ച് പറയാൻ കാരണം ആ നോവൽ
ഇതിവൃത്തം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ്. അതിൽ കുറേ സാങ്കല്പികമാണ്, കുറച്ച് അതിലെ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട്. പേരുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. പക്ഷേ ഈ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ, അതായത് ശിഖണ്ഡി, ദ്രുപദൻ, പിന്നെ ശിഖണ്ഡിയാണ് നിരമിത്രൻ എന്ന രൂപമാറ്റത്തോടെ നിൽക്കുന്നത്. ഈ കഥാപാത്രങ്ങളെ വെച്ച് ഇത് ചെയ്യുമ്പോഴും ഇപ്പോഴും ആധുനിക കാലത്തെ മനുഷ്യബന്ധങ്ങളെ അതിൽ ഉരുക്കി ചേർത്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഈ ദ്രുപദ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചെയ്യുന്ന കാര്യങ്ങളായാലും കൃഷ്ണയോട് അവരുടെ ഭർത്താക്കന്മാർ, അങ്ങനെയാണല്ലോ പാണ്ഡവർ, ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം തന്നെ വളരെ ടോക്സിക്കായ ഒരു അവസ്ഥ അതിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വാഭാവികമായും ആ മഹാഭാരതത്തിലെ കഥാപാത്രത്തിലേക്ക് ഇത്തരം ടോക്സിക് റിലേഷനിലെ പുതിയ കാലത്തെ റിലേഷനിലെ ഇഷ്യൂസ് കൂടി കൂട്ടിക്കലർത്തിയാണ് അതിൻ്റെ രചന നിർവഹിച്ചത് എന്ന് ഞാൻ പറയുന്നു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ആസ്വാദകൻ എന്നുള്ളതിൽ എൻ്റെ ഒരു അവകാശമാണ് ആ രീതിയിൽ വിലയിരുത്താൻ. അതിൽ ഒരു യൂസേജ് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും ചെല്ലുക എന്നത് മൃതദേഹത്തിൽ നിന്നുള്ള പൂമാലയെടുത്ത് കഴുത്തിൽ അണിയുന്നത് പോലെയാണ് എന്നത്. അതൊരു സൂചനയുണ്ട് അതിൽ. അത് സത്യത്തിൽ എന്താണ് അതിൽ നിന്ന് രാജശ്രീ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. കാരണം നമുക്കിത് ഏത് ഘട്ടത്തിലാണ് കയ്പ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നതാണ്. അത് അവരവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ അല്ലല്ലോ, എനിക്ക് നല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ പുതിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണ വല്ലാത്തൊരു ടോക്സിക് ബന്ധത്തിനകത്താണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. അർജുനനുമായിട്ടുള്ള ബന്ധം അവളുടെ, കാരണം നാളെ സ്നേഹിക്കപ്പെടും, മറ്റന്നാൾ സ്നേഹിക്കപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അർജുനൻ്റെ കൂടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപക്ഷെ അത് പലർക്കും അറിയാവുന്നതായിരിക്കും. ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു മാമിനത് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. ഈ രക്ഷിതാക്കളൊക്കെ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കുട്ടികളും അത്തരത്തിൽ തന്നെ വളർത്തപ്പെടും. അത് നേരത്തെ വളരെ വലിയൊരു കാര്യമാണത്. അതായത് ഇത് ശരിക്കും ദാമ്പത്യ ജീവിതത്തിൽ മാത്രം വരാവുന്ന, അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ മാത്രം വരാവുന്ന ഒരു ടോക്സിസിറ്റിയുടെ പ്രശ്നമല്ല. കുട്ടികൾ അത്തരത്തിൽ തന്നെ വളരുകയും അവർ അത്തരത്തിലൊരു ബോധത്തിൽ ഉറക്കുകയും ചെയ്തിട്ട് പിന്നീട് പങ്കാളികളെ സ്വീകരിക്കുന്ന സമയത്ത് വളരെ അബദ്ധത്തിൽ പോയി ചാടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം നാളെ എൻ്റെ പങ്കാളി വരുമ്പം ആ പങ്കാളി ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന ആളാവണം എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണിത്. അതായത് പരിക്ക് പറ്റുന്നുണ്ട്, അത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ പരിക്ക് പറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആൾ പോയിട്ട് ചെറുതായിട്ടൊരു സ്നേഹപ്രകടനം നടത്തും. ഒന്നെങ്കിൽ ഒരു ഖേദപ്രകടനം, അല്ലെങ്കിൽ മാപ്പപേക്ഷ തന്നെ, കാല് പിടിക്കൽ, കരച്ചിൽ, മാപ്പപേക്ഷ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പം പ്രണയം തുളുമ്പുന്ന 3-4 വാക്യങ്ങൾ, അതല്ലെങ്കിൽ ചിലപ്പം ഒരു ശാരീരിക ബന്ധം, അങ്ങനെയും ആവാം. അതോടുകൂടി അതുവരെ ഉണ്ടായ അപമാനിക്കപ്പെട്ടിട്ടുള്ള അതുകൊണ്ടുണ്ടായ മുറിവുകൾ മുഴുവൻ മറന്നു പോകുന്ന മനുഷ്യരുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. സ്ത്രീകളിൽ അത് കുറച്ചുകൂടെ കൂടിയിരിക്കും. അതായത് പിന്നീട് കിട്ടുന്ന ഈ മധുര കഷ്ണത്തിന് വേണ്ടിയിട്ട് ഒരു അപമാനത്തിൻ്റെ കടൽ മുഴുവനും കുടിച്ച് വറ്റിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അവരത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതായത് അവരോട് ഇത് പറയാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതായത് ഇല്ല, എന്നെ സ്നേഹിക്കും, എന്നോട് സ്നേഹമുണ്ട്, അടിച്ചാലും പിന്നീട് എന്നോട് സ്നേഹിക്കും, എന്നെ എത്ര മുറിവേൽപ്പിച്ചാലും എന്നോട് സ്നേഹിക്കും. അത്തരത്തിലുള്ളൊരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് കൃഷ്ണ. എന്നിപ്പോൾ കാരണം അർജുനൻ ഏറ്റവും നല്ല നാർസിസ്റ്റ് പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തികളുടെ കഥയല്ല, അത് വ്യക്തികൾ ഉൾച്ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ദേശത്തിൻ്റെയും ഒക്കെ ചരിത്രം ഒക്കെ അതിനകത്ത്. എന്നാൽ പോലും മനുഷ്യരെ വേറെ വേറെ എടുത്ത് ഇഴകീറുന്ന സമയത്ത് നമ്മുടെ മിക്കവാറും മനുഷ്യരെ അതിൽ പല കഥാപാത്രങ്ങളിൽ കണ്ടെത്താൻ പറ്റും. ഇതൊരു സത്യം തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുന്ന ആൾക്കാർ പിന്നീട് പ്രണയത്തിനും സ്നേഹത്തിനും വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബന്ധങ്ങളുണ്ട്. ഒരുതരം ട്രോമാ ബോണ്ട് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. അതിനകത്തുനിന്ന് പുറത്ത് കിടക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നതാണ് പലപ്പോഴും ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി. ഇതിനകത്ത് നാർസിസിസ്റ്റ് പേഴ്സണെ സ്നേഹിക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിക്കും എന്താ പറയുക, നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് തിരിച്ചറിഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം മറ്റേ കക്ഷിയെ മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവളുടെ മാനസികാവസ്ഥ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ
പിന്നെ സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നാളെ സ്നേഹിക്കപ്പെടും എന്ന ആ മിഥ്യാബോധത്തിൽ നിന്ന് മാറുക. ഈ ഒരു പ്രണയം നഷ്ടപ്പെടുമ്പം അവനവനുണ്ടാകുന്ന അവരവർക്കുണ്ടാവുന്ന മുറിവുകളെ മറികടക്കാൻ സ്വയം പരിശീലിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ആ സമയത്ത് നമ്മളൊരു എക്സ്പെർട്ട് ഒപ്പീനിയന് പോകുക എന്നുള്ളതാണ്. മറ്റേ ആളിനെ ചികിത്സിച്ച് നേരെയാക്കാം എന്നല്ല, ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകളെ നേരെയാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അപ്പുറത്ത് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റിയുമായി നിൽക്കുന്ന ഒരാളിനെ അയാളൊരു നാർസിസിസ്റ്റ് പേഴ്സൺ കൂടി ആണെങ്കിൽ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവരവർക്കുണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് മാറി നിൽക്കുക. അതൊരു കീഴ്വഴക്കം ആയിട്ടിപ്പം നമ്മുടെ നാട്ടിൽ പറയാ എന്താണ്, അങ്ങനെയല്ല, നമ്മൾ സഹിച്ച് ജീവിക്കണം ഈ പറഞ്ഞ പോലെ. അതായത് കുടുംബം അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് തരിക. പിതൃകുടുംബമാണെങ്കിലും ഭർത്തൃകുടുംബമാണെങ്കിലും സ്ത്രീയോട് പറയുക ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ജീവിതമാണ് മോളെ എന്നാണ് ഇതിനിടയ്ക്ക് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയോട് അവളുടെ അച്ഛൻ പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിലാണ് എന്നുള്ളത് നേരത്തെ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒന്നാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, ഇപ്പം ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം എന്ന അഗ്നിസാക്ഷിയിലൊരു വാക്യമുണ്ട്. അതായത് ത്യാഗം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ദാമ്പത്യം എന്ന് പറയും. സ്ത്രീയുടെ സഹനം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ. ഇത് ഈ തരത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സമൂഹം ഇപ്പോൾ ഒരു ബന്ധത്തിനകത്ത് നിൽക്കാൻ വയ്യ, പുറത്തിറങ്ങണം എന്നൊരു സ്ത്രീ പറയുമ്പോൾ അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കണം എന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഇടപഴകുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞ ടോക്സിസിറ്റിക്ക് ഇടമുണ്ട്. തൊഴിലിടങ്ങളിലുണ്ടാകാം, കുടുംബത്തിലല്ലാതെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ഈ പറഞ്ഞ പോലെ ടോക്സിക് റിലേഷൻഷിപ്പ് വളരെ സ്വാഭാവികമായ ഒന്നാണ്. അപ്പോൾ നമുക്ക് അയ്യോ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ പിന്നെ ഉണ്ടാവുമോ, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ കുടുംബം നിലനിർത്തുക എന്ന് പറയുമ്പം അതിനകത്ത് ഉൾപ്പെടുന്നത് ദാമ്പത്യമായതുകൊണ്ടാണ് ആ വിഷയം. പ്രണയവും കൂടി അതിനകത്ത് വരുന്നത് കൊണ്ട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഞാൻ കരുതുന്നു. ശൈലേഷയോടാണ് നാർസിസ്റ്റ് എന്നൊരു പദം. അതായത് മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ആത്മരതി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പണ്ട് അങ്ങനെ ധരിച്ചു വശമായിട്ട് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയ ഒരു സൈക്കോളജിക്കൽ ആയിട്ടും ഒക്കെ നിർവചിക്കാവുന്ന ഒരു അവസ്ഥയാണല്ലോ അത്, അല്ലേ? അപ്പോൾ ഒരു നാർസിസ്റ്റായ ഒരാളെടുത്ത് പെട്ടുപോകുന്ന മറ്റൊരു വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ നാർസിസ്റ്റ് എന്ന്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറയില്ല, വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞില്ല. എന്താണ് നാർസിസ്റ്റിന്റെ ലക്ഷണങ്ങൾ? പല ഗ്രേഡിലും ഉണ്ടല്ലോ അതല്ലേ? അതെ, ശരിക്കും ആ ഒരു ടെർമിനോളജി വന്നത് നാർസിയസ് എന്ന പേരുള്ള ഒരു രാജകുമാരൻ സ്വന്തം പ്രതിബിംബം വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടിട്ട് സ്വന്തം ഇമേജുമായിട്ട് അനുരാഗത്തിലായി അതിൽ കുടുങ്ങി അതിലില്ലാതെയായി എന്നാണ് ലിറ്ററേച്ചർ പറയുന്നത്. അതിൽ നിന്നാണ് ഈ ടെർമിനോളജി വന്നത്. പക്ഷേ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് സൈക്കാട്രിയിലുള്ളത്. അതിൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 3 തരം ക്ലസ്റ്റേഴ്സ് ഉണ്ട്, അതിൽ മിഡിലുള്ളതാണത്. ഈ 2 ക്ലസ്റ്റേഴ്സിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ 2 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ടൈപ്പുള്ളവരാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി വളർന്നു വരുമ്പം, കുടുംബത്തിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. ഒരു ചെറിയ കുട്ടി വളർന്നു വരുമ്പം ഒരു 8-9 വയസ്സുള്ളൊരു കുട്ടി ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോൾ പറയുകയാണ് എനിക്ക് ജ്യൂസ് വേണം. അപ്പോൾ ഉടനെ ആ കുട്ടിയുടെ വീട്ടിലുള്ളവർ ഇത് ഊണ് കഴിക്കേണ്ട സമയമാണ്, ഇപ്പോൾ ജ്യൂസ് തരാൻ പറ്റില്ല. അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് മനസ്സിലാക്കി ആഗ്രഹിച്ച ഒരു കാര്യം അവിടെ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ട് ജ്യൂസ് കിട്ടുന്നില്ല, ചോറുണ്ണുന്നു. ഇതിൽ നമുക്ക് അസ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒന്നും തോന്നില്ലായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഡിസിപ്ലിൻ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 11 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ഇന്ന നിറത്തിലുള്ളൊരു ഡ്രസ്സ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ വീട്ടുകാർ പറയുന്നില്ല, ആ ഡ്രസ്സ് നിൻ്റെ നിറത്തിന് ചേരില്ല, നീ ഇന്ന കളറിലെ ഡ്രസ്സ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് തോന്നുന്ന നമ്മുടേതായ സ്വന്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ആണ് നമ്മുടെ ഫാമിലി എങ്കിൽ, കുറച്ചുകൂടി കഴിഞ്ഞ് ഈ കുട്ടി മുതിർന്ന് വരുമ്പോൾ ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ പ്യൂബേർട്ടിയൊക്കെ ആയിക്കഴിഞ്ഞ് ഹോർമോണിൻ്റെ ഒരു പ്രഷറും സ്ട്രെങ്ത്തും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ 14-ാമത്തെയോ 15-ാമത്തെയോ വയസ്സിൽ എനിക്കിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരം ബേക്കറിയിൽ ക്രീം ബൺ കഴിക്കാൻ പോകണം എന്ന് പറയുമ്പം പറ്റില്ല എന്ന് പറയുമ്പം ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ ചിലപ്പോൾ അതുവരെ അങ്ങനെ ഒരു പെരുമാറ്റം കാണാത്തൊരു പേരൻറ്റ് ചിലപ്പോൾ ഇത് സമ്മതിക്കും. അപ്പോൾ കുട്ടി പഠിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞാലേ ഇവിടെ ഇത് വർക്കാവുള്ളൂ.
അപ്പോൾ അവർ പതുക്കെ എല്ലാ കാര്യങ്ങളും ഭീഷണിപ്പെടുത്തി വാശി പിടിച്ച് മറ്റേയാളെ ത്രെട്ടൻ ചെയ്ത് അല്ലെങ്കിൽ ഗിൽട്ട് ഇൻഡ്യൂസ് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇത് നമുക്ക് ഒഴിവാക്കാമായിരുന്നതല്ലേ എന്ന് നമ്മൾ പിന്നോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ഇത് കൂടുതലും പെൺകുട്ടികളിലാണ് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ ത്രെട്ടൻ ചെയ്യാൻ വേണ്ടി കയ്യിൽ ഞരമ്പ് മുറിക്കുക, കയ്യിൽ വരകളിടുക, അല്ലെങ്കിൽ ദേഹത്ത് പോറി മുറിവേൽപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അവരുടെ റിലേഷൻഷിപ്പിലുള്ളത് ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട സംഭവങ്ങളാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ളത് കൂടുതലും മെന്നിലാണ് കാണുന്നത്. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ കൺട്രോളിൽ വളർന്നു വരുന്ന കുട്ടികളായിരിക്കും അവർ. ഒരു തരത്തിലും അവർക്ക് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സമ്മതിക്കാതെ വളർന്നു വരുന്നതുകൊണ്ട് ഇതേ കൺട്രോള് അവരവരുടെ ലൈഫിലേക്ക് വരുന്ന പാർട്ട്ണറിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അവർക്ക് വേറെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് കുടുംബത്തിൽ നിന്ന് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് കുറെ കൂടെ ചികിത്സാ മാർഗങ്ങളും മാറാനായിട്ടുള്ള രീതികളും തെറപ്പിയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ നാർസിസ്റ്റിക് എന്ന് പറയുന്ന വ്യക്തിത്വം കുറച്ചും കൂടെ ഒരു കാഠിന്യം ഏറിയതായതുകൊണ്ടും അതിൻ്റെ ട്രേറ്റ്സ് വളരെ രൂഢമൂലമായതുകൊണ്ടും അത് മാറ്റിയെടുക്കുക വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള നാർസിസ്റ്റ് വ്യക്തിത്വത്തിൻ്റെ ഉടമയുടെ കൂടെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, ഏത് ഫോമിലുള്ളതും ആവട്ടെ, അതിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആവുക എന്നുള്ള ഒരേ ഒരു ഓപ്ഷനേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് മറ്റേയാളെ മാറ്റിയെടുക്കും എന്നൊക്കെയുള്ള തോന്നലിൽ യാതൊരു കാരണവശാലും സമയം കളയരുത്. കാരണം അത് നിങ്ങളുടെ കൂടെ മാനസികാരോഗ്യം തകർക്കുകയും നേരത്തെ പറഞ്ഞ നമ്മളൊരു ആത്മഹത്യയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഒറിജിനാലിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ എവിടെയും എത്താതാവുന്ന ഒരു കാഴ്ചയാണ് നാളെ ഇതുവരെ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. റബിയ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അതിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ഉള്ളൊരവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കും. അതിനുശേഷം പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, പുതിയൊരാൾ വരുമ്പം അയാളെക്കുറിച്ച് സംശയം ഉണ്ടാവുക അല്ലെങ്കിൽ അതിൽ ഭയം തോന്നുക എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. പലപ്പോഴും ആൾക്കാർ ഒരുപാട് ട്രോമയിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നും. ഒരുപാട് ട്രോമാസ് കടന്ന് ഒരു പൊസിഷനിലോട്ട് എത്തുമ്പോൾ യു ഡിഡ് വെരി ഗുഡ്, ഇത്രയും പൊസിഷനിലെത്തി, സ്ട്രോങ് വുമൺ ആണ് എന്നൊക്കെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയും. ബട്ട് ഒരുപാട് തവണ എന്താ പറയുക, നമ്മളെ ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പം എനിക്ക് ഇന്ന് വയസ്സ് 33, ഈ ഒരു പ്രായത്തിനിടയിൽ ഞാൻ ഒരുപാട് തവണ എൻ്റെ ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള ഓരോ റിലേഷൻഷിപ്പും എൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ട്സ് ആണ്. ലൈക്ക് നമ്മൾ ഓവർ തിങ്കിങ്ങിലോട്ട് പോവാണ്. ദറ്റ് ഇനിയും വാട്ട് ഹാപ്പൻ, അത് ഇനിയും ഹാപ്പൻ ചെയ്യുമോ, ഇയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ട്രോമാസ് നമ്മുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലോട്ടാണ്. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ഇനി നമ്മളെ ജീവിതത്തിലോട്ട് വീണ്ടും വരുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പം നമ്മളായിരിക്കും ഇനി നെക്സ്റ്റ് ടോക്സിക് പേഴ്സൺ ആവാൻ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മളെപ്പോഴും അലേർട്ടായിട്ട് ഒരു വെപ്പൺ, നമ്മൾ ഓൾറെഡി ഡിഫെൻസ് മോഡിലാണ്. ഇനി എന്നെ ചീറ്റ് ചെയ്യാൻ ഞാൻ അവസരം കൊടുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓൾവേസ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സെൽഫ് കെയർ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഡൗട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് കാരണം നമ്മൾ പല രീതിയിൽ ഇവരെ സംശയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ റിയലൈസേഷനാണ് ദാറ്റ് എനിക്ക് വാട്ട് എവർ ഹാപ്പൻ ഈസ് ഇനി വന്നിട്ടുള്ള ആളുടെ അയാൾ അതിന് യാതൊരു തരത്തിലും അതിന് എന്താ പറയുക ഒരു റീസൺ അല്ല. അപ്പം നമ്മൾ ഇനി ടോക്സിക് ആവാതിരിക്കുക, അല്ലെങ്കിൽ വാട്ട് എവർ ഹാപ്പൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ലൈഫിൽ കുറേ ട്രോമാസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്വയം പരിഹരിക്കേണ്ട ഒരു പ്രോബ്ലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത്. അതിന് യാതൊരു തരത്തിലുള്ള പ്രൊഫഷണൽ ഹെൽപ്പും എടുക്കാതെ എന്താ പറയുക, കുറേ മോട്ടിവേഷണൽ സ്പീച്ചസും സോങ്സൊക്കെ കേട്ട് ഇനി അങ്ങോട്ട് ലൈഫിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കണം എന്നൊക്കെ കരുതി ലൈഫ് മുന്നോട്ട് പോകും. പക്ഷേ
നമ്മൾ പ്രൊഫഷണലായിട്ട് ഹെൽപ്പ് എടുത്ത് നമ്മളെ ട്രോമാസ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഹേർട്ടും എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ലൈഫിലുണ്ടാവും. രാജശ്രീ, ഈ സ്ത്രീ സംഘടനകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പേ കേൾക്കുന്നതാണ്. സ്ത്രീ വിമോചനം അല്ലെങ്കിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സംഘടനകളൊക്കെ. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പുരുഷ സംഘടനകൾ രൂപപ്പെട്ട് തുടങ്ങുന്ന രീതിയിലാണ്. കുറേ ആളുകൾ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ കുറ്റക്കാർ സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. ഇപ്പം സ്ത്രീകൾ പറയുന്ന പോലെ തന്നെ പുരുഷന്മാരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അങ്ങനെ ഒരു ട്രെൻഡ് സിനിമകളിലൊക്കെ ഉണ്ട്. ഭാര്യ പൊണ്ടാട്ടി വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇതൊരു തരത്തിൽ ഒരു സ്ത്രീ പുരുഷ യുദ്ധം, അടുത്ത 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രബലമായ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, അത് സ്ത്രീയും പുരുഷനും തമ്മിലാകും എന്ന രീതിയിലുള്ള ചില തമാശകളാണ്. പക്ഷെ ചിലത് സീരിയസ് ആയിട്ടും നമുക്ക് തോന്നും. കേസ് കൊടുക്കുക, അതിനെക്കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ സമൂഹത്തിൽ രൂപപ്പെട്ട് വരുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം സത്യത്തിൽ ഏറ്റവും മനോഹരമായ ബന്ധമാണ്. പക്ഷേ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ കണ്ടുകൊണ്ട് ഇത്തരം ഒരു ഒരവസ്ഥ രൂപപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ശരിക്കും കൃത്യമായിട്ടൊരു ഫിക്ഷൻ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതി. ഇതിനെക്കുറിച്ച് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ തൊട്ടാൽ പൊട്ടുന്ന വിഷയങ്ങളിൽ ഒന്നാണത്. സ്ത്രീ പുരുഷ യുദ്ധം എന്നെല്ലാം പറയുന്ന നല്ല പ്രയോഗമാണ് കേട്ടോ. ശരിക്കും ഈ ലോകമഹായുദ്ധം എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു സ്ത്രീ പുരുഷ യുദ്ധം, അതിൽ ഞാൻ എപ്പോഴും പറയുന്നത് അത് അത്തരത്തിലാക്കി തീർക്കുന്നതിന് ഈ സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം യോജിച്ച് പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് വളരെ സൗഹൃദത്തോടു കൂടി പിരിഞ്ഞു പോകാനുള്ളൊരു അന്തരീക്ഷം ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് സ്ത്രീക്കും ഉണ്ടാവില്ല, പുരുഷനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷൻ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്ന വേണം. അതും കൂടി അഡ്രസ്സ് ചെയ്താലേ നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ത്രീകൾ പഠിപ്പിക്കപ്പെട്ടും ബോധവൽക്കരിക്കപ്പെട്ടിട്ടും കുറച്ചു കാലമായല്ലോ. ഇപ്പോഴും ആ ബോധവൽക്കരണ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നമ്മളൊരു കേസുമായിട്ട് കോടതി അല്ലെങ്കിൽ പോലീസിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സാങ്കേതിക നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. പക്ഷെ ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തരത്തിലാണ്. അതായത് സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കുമ്പോൾ മുതലേ അവൾ കണ്ടീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു പഠിപ്പിക്കലുകളും ഇല്ല എന്നുള്ളതാണ്. അവൻ എല്ലാ പ്രിവിലേജുകളോടും കൂടി ജനിക്കുന്നു, ആ പ്രിവിലേജുകളിൽ ഇങ്ങനെ ജീവിക്കുന്നു, ആ പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടു പോകുമ്പം വല്ലാതെ അസ്വസ്ഥനായി പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പരാജയം അംഗീകരിക്കാൻ വേണ്ടി പുരുഷൻ പഠിപ്പിക്കപ്പെടാറില്ല എന്നുള്ളതാണ്. ഇപ്പം മൃച്ഛകടികത്തിൽ ശൂദ്രകൻ്റെ ഒരു വാക്യമുണ്ട്, പുരുഷൻ്റെ കരച്ചിൽ, പുരുഷൻ്റെ പാട്ട് ഒന്നും അദ്ദേഹത്തിന് തീരെ സഹിക്കില്ല എന്നുള്ളത്. അത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. കരയുന്ന പുരുഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒന്നാണ് എന്നുള്ളത്. അപ്പം കരയാൻ പോലും പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ ഒന്നാണ്. ഒരു തകർച്ചയുടെ സമയത്ത് കരയാൻ പറ്റാത്ത, ഒരു സഹായം അഭ്യർത്ഥിക്കാൻ പറ്റാത്ത ഒരു ജീവിയായി മാറുന്നുണ്ട് പുരുഷൻ എന്നുള്ളതും നമ്മൾ ഇതിൻ്റെ കൂടെ കാണേണ്ട ഒന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാമിന് കുറച്ചും കൂടി കൃത്യമായി അറിയാം. അതായത് സ്ത്രീകളെ കൊണ്ട് അല്ലെങ്കിൽ അവരുൾപ്പെട്ട ബന്ധത്തിനകത്ത് നന്നായിട്ട് പരിക്ക് പറ്റിയ പുരുഷന്മാരുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് സ്ത്രീക്ക് കരയാൻ പറ്റും. പിന്നെ അത് ഇനി സത്യം പറഞ്ഞാൽ ഇത് ഇനി നമ്മൾ ഈ പറഞ്ഞു വരുന്ന സംഗതിക്ക് നേരെ എതിരായിട്ട് വായിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അതായത് ഈ മൂഡ് സ്വിങ് പോലത്തെ സംഗതികൾ, അപ്പോൾ അതൊക്കെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ അവൾക്ക് കിട്ടുന്ന ചില ഇളവുകൾ കൂടിയുണ്ട്. അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഇന്ത്യൻ മണവാട്ടിമാർക്കൊരു കൈപ്പുസ്തകം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ കത്തുകളുണ്ട്. അപ്പോൾ ആ കത്തുകളിൽ അതിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാർ എഴുതുന്ന കത്തുകളുമാണ്. അപ്പം 30 വർഷത്തോളം നീണ്ട സഹനത്തെക്കുറിച്ചൊരു പുരുഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ആരായാലും പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും അതാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് സ്ത്രീക്ക് അനുകൂലമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വരും. അപ്പോൾ പുരുഷൻ ഇത് അനുഭവിക്കാത്തൊന്നല്ല. കുടുംബത്തിനകത്ത് ഈ കുടുംബത്തെ കൃത്യമായിട്ട് സ്ഥാപിച്ച് അതിനെ പോറ്റി പുലർത്തി തെറ്റുകുറ്റങ്ങളില്ലാതെ കൊണ്ട് നടക്കേണ്ട ആളാണ് താൻ എന്ന് പറയുന്ന ഒരു ബോധ്യം പുരുഷനും ഉണ്ട്. കുടുംബം തകർന്നു പോയാൽ സ്ത്രീയേക്കാൾ കൂടുതൽ പരിക്ക് പറ്റുന്നതും സ്ത്രീയേക്കാൾ കൂടുതൽ അവഹേളന വേണ്ടി വരുന്നതും അവനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ സാധനമാണ് കേൾക്കുന്നത്. അപ്പോൾ പുരുഷൻ അവൻ്റെ പുരുഷത്വത്തെ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണം.
നമ്മളൊരു ദേശത്ത് ജീവിച്ചിട്ട് നമ്മൾ ദേശസ്നേഹിയാണ് എന്ന് തെളിയിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പോലെ ഞാൻ ലക്ഷണയുക്തനായ പുരുഷനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിനകത്താണ് പുരുഷൻ്റെ ജീവിതം ഉള്ളത്. അപ്പോൾ അവന് സംഭവിക്കുന്ന സ്കാറുകൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ മുറിവുകളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ ഒത്തു ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന പരിക്കുകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പുരുഷൻ ഇറങ്ങി നടക്കുമ്പോൾ, ഒരു ബന്ധത്തിൽ നിന്ന് പുരുഷൻ ഇറങ്ങി നടക്കുമ്പോൾ അവന് നേരിടേണ്ടി വരുന്നത് വേറെയും ചില കാര്യങ്ങളാണ്. അവൻ്റെ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ടാണ് ആ നടപ്പുണ്ടായത് എന്ന് മനസ്സിലാക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിൽ ആവാം. അതായത് അതേസമയം ഈ പുരുഷന്മാരുടെ കൂടെ അവരുടെ സൗഹൃദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. ലോകവീക്ഷണത്തെ മാറ്റും എന്നാണ്. അതായത് ശരിക്കും അതൊരു വിഭിന്ന ലൈംഗികതയുടെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ലോകത്തെ കാണുന്ന കാഴ്ചയുടെ വ്യത്യാസമുണ്ട്. അപ്പം അവൻ ലോകത്തെ കാണുന്നത് പോലെയല്ല അവൾ ലോകത്തെ കാണുന്നത്. ചിലപ്പം വലിയ കാര്യമാണ് എന്ന് സ്ത്രീ വിചാരിക്കുന്ന കാര്യങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാര കാര്യമായിട്ട് തോന്നിയേക്കാം. അത് അത്തരത്തിലുള്ള ഒരു ഷെയറിങ് ഉണ്ടാവാനുണ്ട്, പരസ്പരം വളർത്തുന്ന ഒരു സമീപനം ഉണ്ടാവാറുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം അതിമനോഹരമാണ്. അപ്പോൾ ഈ ഒരു ഞാനിപ്പോഴും പറയുന്നൊരു സംഗതി, സ്ത്രീ ആയാലും പുരുഷനായാലും ഇതര ലൈംഗിക വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ആത്യന്തികമായി മനുഷ്യരാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു സുസ്ഥിതി എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായ സാമൂഹികവുമായ സുസ്ഥിതി എന്നുള്ളത് പ്രധാനമാണ്. അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനൊരു ഇത്തരത്തിലുള്ള സ്ത്രീക്കും പുരുഷനും ഇടയിൽ വേലിക്കെട്ടുകൾ ഉയർത്തുകയും അത് അപ്പാർത്തിയുടെ പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതർത്ഥത്തിലാണെങ്കിലും അത് ആരോഗ്യകരമായ ഒന്നാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം, ഈ മനുഷ്യൻ അഗ്രസീവായി വരുന്നത് അല്ലെങ്കിൽ ആക്രമണകാരിയായി മാറുന്നു, അല്ലെങ്കിൽ ഈ ടോക്സിറ്റിയിലേക്കൊക്കെ പോകുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, സ്ത്രീയും പുരുഷനും വളരെ ഭിന്ന സ്വഭാവക്കാരും ശാരീരികവും മാനസികവുമായി ഭിന്ന ആവശ്യങ്ങളുള്ള രണ്ട് ജീവിവർഗങ്ങളായിട്ട് രൂപപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പരിണമിക്കുകയോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും പരസ്പരം അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാത്തൊരു അന്തരീക്ഷം നമ്മുടെ സൊസൈറ്റിയിലുണ്ടോ? അതെന്താ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ തോന്നുന്നത്? സ്ത്രീയും പുരുഷനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ തന്നെയാണ്. ഒരുപാട് പഴയ ഒരു പുസ്തകം ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് ഇത് സംസാരിച്ചപ്പോൾ. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. ഒരുപാട് പഴയ പുസ്തകമാണ്. അതേ ഓത്തർ തന്നെ വൈ മാർസ് ആൻഡ് വീനസ് കൊളൈഡ് എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആമുഖം വളരെ രസകരമായൊരു ആമുഖമാണ്. അതിൽ പറയുന്നത് മാർസിൽ താമസിച്ചിരുന്നവരും വീനസിൽ താമസിച്ചിരുന്നവരും എന്തോ പ്രത്യേകതരം ടെലിസ്കോപ്പൊക്കെ ഉപയോഗിച്ച് പരസ്പരം കണ്ടിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെയധികം ഒരു സൗഹൃദമോ പ്രണയമോ എന്തെല്ലാമോ രൂപപ്പെട്ട് അവർക്ക് ഒരുമിച്ച് താമസിക്കാവുന്ന ഒരു ഗ്രഹത്തിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ആ ഗ്രഹമാണ് ഭൂമി. അപ്പം ഈ യാത്രയിൽ അവരൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവർ മറന്നുപോയി. അതാണ് അവർ കൊടുക്കേണ്ടി വന്ന ഒരു ടോൾ എന്ന് പറയുന്നത്. അപ്പം അന്ന് തുടങ്ങി ഇവർ തമ്മിൽ പരസ്പരം ഒരു ഫൈറ്റിലാണ്. സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലെ പുരുഷന്മാർ പെരുമാറണമെന്നും പുരുഷന്മാർ അവരാഗ്രഹിക്കുന്ന പോലെ സ്ത്രീകൾ മാറണമെന്നും ആഗ്രഹിക്കുന്നിടത്താണ് ഈ പ്രോബ്ലംസ് ഉള്ളത്. നേരെ മറിച്ച് ഈ ജെൻഡർ ബേസ്ഡ് ഡിഫറൻസസ്, സെറിബ്രൽ ഡിഫറൻസസ്, ഇമോഷണൽ ഡിഫറൻസസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ രണ്ട് ജീവിവർഗങ്ങളുടെ പോലെ മനോഹരമായ റിലേഷൻഷിപ്സ് കൊണ്ടുപോകാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഡിസ്റെസ്പെക്റ്റ് ഇസ് ദ ക്ലോഷർ ഫോർ യു. നമുക്ക് കിട്ടേണ്ടത് റെസ്പെക്റ്റ് ആണ്. അപ്പം റെസ്പെക്റ്റ് ഉള്ളിടത്താണ് ഏറ്റവും ഔന്നത്യമുള്ളൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിസ്റെസ്പെക്റ്റ് നിങ്ങളുടെ ക്ലോഷറായിട്ട് മാറേണ്ട ഒരു ആവശ്യം ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ ഒരു ലെസൺ എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഈ വേദിയിരിക്കുന്ന ഈ 3 പേരോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. എന്നോട് ചോദിക്കരുത്, എനിക്ക് ചോദിക്കാനേ ഒരു ഉത്തരം പറയാൻ അറിയില്ല. നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത്. ഞാനൊരു ആയുർവേദ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കണ മിക്കവരും അഡൽട്സ് ആണ്, ഓർ 40+ ഏജ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് അവരുടെ കുട്ടികൾ നല്ലവണ്ണം പഠിച്ച് വലുതാവണം എന്നൊക്കെ. അപ്പം കുറേ പാരൻസ് നല്ലവണ്ണം പുഷ് ചെയ്യും കുട്ടികളെ പഠിക്കാനായി. നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, എയിംസിൽ ചേരണം, അവിടെ ഇന്ന കോളേജിൽ ചേരണം എന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് കുറേ ചീത്ത വാക്കുകൾ പറയാം.
അപ്പോൾ ഇതൊക്കെ കുട്ടിയെ ഒരു ഇതാക്കി അഫക്റ്റ് ചെയ്യുക നെഗറ്റീവ് രീതിയിൽ. അപ്പോൾ കുട്ടികൾ അതിനെ ഒരു ടോക്സിക് രീതിയിൽ എടുക്കും. പക്ഷേ പാരൻസ് മിക്കവരും അതൊരു ടോക്സിക് രീതിയിൽ എടുക്കാറില്ല. കുട്ടികളെ നല്ലൊരു നിലയിലെത്താൻ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടേക്ക് ഉണ്ടാകുന്ന ഒന്ന് അറിയണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാകുന്നത് ഇതേ സെയിം കാര്യം റിലേഷൻഷിപ്സിൽ, അതായത് പാർട്ട്ണർ, ഹസ്ബൻഡ് വൈഫ് എന്നുള്ള റിലേഷൻഷിപ്സിലും വരാം. ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫിനോട് ഒരു നല്ല ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് ചീത്തതായിട്ട് വാക്കുകൾ പറയാനോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണത്. എൻ്റെ ഈ ചോദ്യം സൈലേഷ്യ ഡോക്ടറിൻ്റെ അടുത്താണ്. ആദ്യം ചോദിച്ചത് ടോക്സിക് പേരൻറ്റിങ്ങിനെ പറ്റിയല്ലേ? അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ജനതയുടെ ഒരു പ്രത്യേകത തന്നെ, നമ്മൾ ഈ മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമങ്ങളെക്കുറിച്ചിട്ടോ ഒട്ടും തന്നെ ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉള്ള ഒരു കുടുംബ വ്യവസ്ഥയല്ല നമ്മുടെ. അത് നമ്മളിപ്പോൾ പതുക്കെ മാറി വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷേ കോവിഡ് അല്ലെങ്കിൽ ആ ലോക്ക്ഡൗൺ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ വെബ് സീരീസ് കണ്ടു, ലോകത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടു, പേരൻറ്റിങ്ങിൻ്റെ ഇതര രീതികൾ നമുക്ക് കാണാനിടയായി, മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അതുവരെ നമ്മുടെ പേരൻസ് പലരും ഇത്തരം കാര്യങ്ങൾ പഠിച്ചത് പാടുക എന്നുള്ളൊരു രീതി ശീലിച്ചു പോകുന്നത് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരുപക്ഷെ അറിയില്ല. രണ്ട്, ഇതാണ് ശരി, ഇതാണ് നോർമൽ എന്നുള്ളത് കാലങ്ങളായിട്ടൊരു ആർക്കിടൈപ്പ് പോലെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് പോന്നിട്ടുള്ളൊരു സംഗതി കൂടിയാണ്. പക്ഷേ ഒരാൾ പ്രായത്തിൽ മുതിർന്നതായതുകൊണ്ടോ അയാളൊരു പേരൻ്റ് ആയതുകൊണ്ടോ അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കും എന്നുള്ളതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവർക്കൊരു പേഴ്സണാലിറ്റി പ്രശ്നമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ഇൻറ്റൻഷൻസ്, ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ് ബിഫോർ യു കംപ്ലൈ ടു വാട്ട് ദേ വിഷ് ഫോർ യു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങൾ ജീവിതം എങ്ങനെ പേഴ്സ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നത് ആണ് ഏറ്റവും അഭികാമ്യമായ കാര്യം ഇൻ എ പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അത് തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദി നമുക്ക് വീട്ടിലുണ്ടാവുക, അത് മനസ്സിലാക്കാനുള്ള ഒരു എമ്പതി നിങ്ങളുടെ പേരൻറ്റിന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മറ്റേയാൾ നന്നായി പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം അയാൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഇപ്പോൾ ചിലർക്ക് ഞാനിങ്ങനെ കുറേ പഠിച്ച് വലിയ ജോലി വാങ്ങണമെന്നൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് വളരെ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന, ജോലിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോൾ ഉണ്ട്. പല വീട്ടിലും സ്ത്രീകൾ മാത്രം ജോലിക്ക് പോവുകയും പുരുഷന്മാർ വീട്ടിലെ കാര്യം നോക്കി സ്വസ്ഥമായിട്ട് ഇപ്പോൾ ചിത്രം വരച്ചോ അല്ലെങ്കിൽ പുസ്തകം എഴുതിയോ വളരെ സമാധാനമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ക്ലാസിക് 9 to 5 ജോബിന് പോവാതെ. ഞാൻ പറഞ്ഞത് സൊസൈറ്റിയുടെ, കുടുംബത്തിൻ്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകം മുഴുവനുള്ള പല കുടുംബ വ്യവസ്ഥകളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു ട്രാക്കല്ല നമുക്കുള്ളത്, ഒരു 5-6 ട്രാക്കുകൾ സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഇവല്യൂഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അയാളുടെ അഭിപ്രായം പരിഗണിക്കുക, അയാളുടെ താല്പര്യം പരിഗണിക്കുക, അയാളെ ഹേർട്ട് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മാനദണ്ഡം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഗുഡ് ഈവനിങ് മാം. ഞാനൊരു ടീച്ചറാണ്, അതുപോലെ തന്നെ ഞാനൊരു OCPD ഡയഗ്നോസ് ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് രാജശ്രീ മാമിനോടും ശൈലേഷ മാമിനോടുമാണ് ചോദിക്കാനുള്ളത്. സോ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പം വളരെ ഓവർ റേറ്റഡ് ആയിട്ട് വരുന്നൊരു ടേമും കൂടെയാണ്. ഇപ്പം സോഷ്യൽ ഇൻക്ലൂഷൻ ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം റാബിയ മാം പറഞ്ഞ പോലെ ഷീ മൂവ്ഡ് ഔട്ട് ഓഫ് ദി സിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പഠിപ്പിക്കുന്ന പല കുട്ടികൾക്കും ഇപ്പോഴും അറിയത്തില്ല എന്താണ് ടോക്സിസിറ്റി അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ, ഇത്രയും ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ജീവിച്ചിട്ട് പോലും. അപ്പം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് മാം എങ്ങനെയാണ് അതിനൊരു ഇൻക്ലൂസീവ് കണ്ടൻ്റായിട്ട് കൊണ്ടുവരുന്നത്? ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. സോ അവിടെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം അവരുടെ അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം മാം പേഴ്സണലി ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് ഇൻക്ലൂസീവ് ആക്കാൻ പറ്റുക എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. താങ്ക് യു. എന്താണ് ഇൻക്ലൂസീവ് ആക്കേണ്ടത്?
ഈ മെൻ്റൽ ഹെൽത്ത് സ്പേസ് എന്ന് പറയുന്ന സംഭവം, അതായത് എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ ടോക്സിസിറ്റിയെ പറ്റി പറയുമ്പോൾ അതൊരു എലമെന്റ് മാത്രമാണല്ലോ, അതൊരു വലിയ വൈഡർ പെർസ്പെക്റ്റീവിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞില്ലേ, നമുക്ക് ഈ മെൻ്റൽ ഹെൽത്തും റിലേറ്റഡ് കോൺസെപ്റ്റ്സും നമുക്ക് പതുക്കെ പരിചിതമായിട്ട് വരുന്നതേ ഉള്ളൂ. ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും ഇതിനെ വളരെ വികലമാക്കി ചിത്രീകരിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 12 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഒരു കുട്ടിയുടെ തലച്ചോറിന് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് അഥവാ അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി വരുന്നത്. അതായത് രൂപമില്ലാത്ത ആശയങ്ങൾ, ഇപ്പോൾ ഓണസ്റ്റി, എന്താണ് ഓണസ്റ്റി എന്നുള്ളതൊരു രൂപമില്ലാത്ത ആശയമാണല്ലോ. അപ്പോൾ ഒരു 12 വയസ്സിന് ശേഷം മുതൽ സ്കൂൾ തലത്തിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമം സംബന്ധിച്ച കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും കുട്ടികളെ ബോധവൽക്കരിച്ച് വളർത്തുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഒരു ഇൻക്ലൂഷൻ വലിയൊരളവിൽ സാധ്യമാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരുപാട് പാരലൽ ട്രാക്സ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതിന് സാമൂഹികമായിട്ടുള്ളൊരു തലം കൂടിയുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പം ഒരു സ്ഥലത്ത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തെ ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഉന്നത നിലയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രം സാധ്യമായ ഒന്നാണ്. അത് അംഗീകരിക്കുന്നു. കാരണം സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ആൾക്കാരാണ് ഉള്ളത്. അവർക്കിത് എത്രത്തോളം അഡ്മിസിബിൾ ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പം ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഞാനെപ്പോഴും വിദ്യാർത്ഥിനികളോട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉൾപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉള്ളത് വീട്ടിൽ നിന്ന് മാറിയാൽ കാര്യങ്ങൾ ശരിയാകുമോ എന്ന് അന്വേഷിക്കാനേ പറ്റൂ. അതായത് ഇപ്പം ഹോസ്റ്റലിലേക്ക് മാറാവുന്നൊരു സാഹചര്യം കുട്ടികളോട് അങ്ങനെ നിർദ്ദേശിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഇതിൽ അവിടെ കൗൺസിലിംഗ് സെല്ലുണ്ട്, അവിടെ ജീവനി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റൂ. എന്നിരുന്നാലും അത്തരത്തിൽ വൈദ്യസഹായമൊന്നും ആവശ്യമില്ലാതെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു പ്രതിസന്ധി മാത്രം നേരിടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ വളരെ സ്വാഭാവികമായ ഒന്നാണ്, ഇത് നീ സഹിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു ചിന്ത മാറ്റിപ്പിടിക്കുന്നതാണ് നല്ലത്. നീ ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും ഇങ്ങനെയാണ് ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവുക, ഞാൻ ചിന്തിക്കുന്നതിൽ വല്ല തെറ്റും പറ്റിയോ, അതായത് നമ്മളാണോ പ്രശ്നക്കാരെന്ന് പറയുന്ന ആ ഒരു പ്രശ്നമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതല്ല, നമ്മുടെ ഒരു സുസ്ഥിതിയെക്കുറിച്ച് അത് വളരെ അവകാശത്തോടു കൂടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം കുട്ടികളിൽ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ അതായത് ആ സാഹചര്യത്തെ ഒന്ന് മാറ്റാം എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് അത് ചെയ്യാൻ പറ്റുക. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പരിഗണനകൾ എപ്പോഴും കിട്ടുന്നത് സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. അത് തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള പോംവഴികൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന് മാത്രം പരിമിതപ്പെട്ടു പോകുന്ന ഒന്നായിട്ട് കണ്ടുവരാറുണ്ട്. ഇതൊരു തുടർ പ്രക്രിയയും കൂടിയാണ്. ഇതിനകത്തൊരു പുനരധിവാസത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒന്നല്ല. പലപ്പോഴും സ്റ്റേറ്റ് അത്തരത്തിലുള്ള ബാധ്യതകളെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. നിലവിലുള്ള കാര്യങ്ങൾ വളരെ കുറവാണെന്ന് തന്നെയാണ് അക്കാര്യത്തിൽ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഒരു വാചകം ഇതിൻ്റെ ഒപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസം, സെൽഫ് എസ്റ്റീം കൂട്ടുകയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതൊരു ഏറ്റവും കോമൺ ഇൻഡെക്സ് ആണ്, ഒരു ഫിൽട്ടറാണ്.